ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും പഴവും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനിപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ പകുതി പീസ് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് നാളികേരം ചിരകിയത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ടും അതിലേക്ക് ചേർക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരച്ച് ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയും 1 മുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി കട്ടിയല്ലാത്ത പരുവത്തിൽ. പിന്നെ നമ്മൾ പകുതി പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാനിപ്പോൾ കുഴിയപ്പച്ചട്ടിയിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴികളിലെല്ലാം കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്ററിൽ നിന്നും കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ആ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ കുഴിയിലെ മാവിൻ്റെ മുകളിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സ്ലൈസ് പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി ഓപ്പൺ ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി നെയ്യൊന്നും വേണ്ട, പക്ഷേ അതിങ്ങനെ നമ്മൾ അതിനുള്ളിൽ ആദ്യം വിട്ടു പോരാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് പറ്റിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുകളിൽ നെയ്യ് പൊറ്റിയിട്ടുള്ളത് കൊണ്ട് അത് അടിഭാഗത്ത് തിരിച്ചിടുമ്പോഴും നന്നായിട്ട് അത് ഭാഗം മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതുപോലെ കുഴിയപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നെയ്യ് തടവിയിട്ട് അതിൽ നമുക്ക് ഇതുപോലെ ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാക്കി കിട്ടും. കണ്ടില്ലേ, 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മുകളിൽ വെച്ചിരുന്ന പഴമൊക്കെ ഒന്ന് നെയ്യിൽ മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഒത്തിരി നമ്മൾ ഒട്ടും ഓയിൽ ഇതിൽ ചേർത്തിട്ടില്ല. വളരെ കുറച്ച് മാത്രം നെയ്യാണ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.